ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ ഓമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്, കസ്റ്റേർഡ് കൊണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീം തയ്യാറാക്കുകയാണ്. കുറച്ച് പാലിൻ്റെ പാടയിരുന്നു, അതുകൊണ്ട് എളുപ്പം ഫ്രഷ് ക്രീം റെഡിയായി. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇടുകയാണ്. പഞ്ചസാര ഒന്ന് ഉരുകി ബ്രൗൺ നിറമാകണം. ആയിക്കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കരിയുന്നതിന് മുമ്പ് തന്നെ നമുക്കത് മാറ്റണം അടുപ്പിൽ നിന്ന്. ഇപ്പം ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ആവണം. നല്ലപോലെ ഉരുകി ബ്രൗൺ കളറാവണം. അതുവരെ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഉരുകി റെഡിയായി കഴിഞ്ഞു. ഞാനൊരു പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ്. അതിൻ്റെ അടിവശത്ത് മുഴുവൻ ഒന്ന് റൗണ്ട് ചെയ്ത് ആക്കുകയാണ്. എല്ലാ പോർഷനിലും അകത്തൊക്കെ ഒന്ന് കറക്കി കൊടുത്തു. അതിപ്പം റെഡിയായി കഴിഞ്ഞു. ഞാൻ 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പശുവും പാലാണ്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഒരു 4-5 ഡ്രോപ്സ് വാനില എസൻസും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തു. വാനില എക്സ്ട്രാക്റ്റാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിച്ച് വെച്ചിരുന്ന ഫ്രഷ് ക്രീമും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. കട്ടയൊന്നും ഇല്ലാത്ത പോലെ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, ഇത് സിമ്പിളാണ്, എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയും ആ കാരമൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് പകർന്നു കൊടുക്കുകയാണ്. ഇത് മിക്സ് അതിനകത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഞാനൊരു സ്റ്റീമർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ പോയിട്ട് അടിഞ്ഞ് കിടക്കും. അതിനകത്തിലേക്ക് ഞാനൊരു ചെറിയ പാത്രം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ സ്റ്റീമറിനകത്തിലേക്ക് ഞാനത് ഇറക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് ആ പാത്രത്തിൻ്റെ തന്നെ ഒരടപ്പുണ്ട്, അതുകൊണ്ട് അടച്ചു. പിന്നെ ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വലിയ പാത്രവും
ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചു. ഇനി അത് ഒരു 3/4 മണിക്കൂറോളം അങ്ങനെ ഇരിക്കണം. തുറന്നിടയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. ഒരു മീഡിയം തീയിൽ, ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടും. ഇപ്പോഴിത് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്യൂസർ കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിൽ പിടിച്ചിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതിൽ വലുതായിട്ട് പിടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പ്ലേറ്റിനകത്തിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പുഡിങ് കമഴ്ത്തി എടുക്കുകയാണ്. അതൊന്ന് സൈഡൊന്ന് ആദ്യം കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് കൊടുക്കണം. കാരണം പിടിച്ച് വല്ലോ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ഇളകി വരണമല്ലോ. അതിന് വേണ്ടിയിട്ട് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കത് ആ പ്ലേറ്റിലേക്ക് കമഴ്ത്തി എടുക്കാം. എൻ്റെ അടിപൊളി കാരമലൈസ്ഡ് കസ്റ്റാർഡ് പുഡിംഗ് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.